പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. തൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പാദങ്ങളിൽ മുഖം ചേർത്ത് വെച്ചിരിക്കുകയാണ് ഗൗരി. ഒരുപാട് സങ്കടങ്ങൾ അവനോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരുപാട് അവൾക്ക് പറയാനുള്ളതുപോലെ. എല്ലാം കണ്ട് കണ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരി. നന്ദുവാണ്. അവളുടെ വിളിയിൽ അല്പം ദേഷ്യം കലർന്നു. ഗൗരി തല ഉയർത്തി നോക്കി. ഗൗരിയുടെ ഇരു കവിൾത്തടത്തിലും അടിയേറ്റ പാടുകൾ കാണാം. നന്ദുവിനത് കണ്ടപ്പോൾ വേദന തോന്നി. എന്നാലും സേതിയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അവളെ ഞെട്ടിച്ചിരുന്നു. എടി, ഞാൻ കേട്ടതൊക്കെ നേരാണോ? എന്ത്? സീതാമ്മ പറഞ്ഞു നീയും ആ ഹരിയും തമ്മിൽ ഇഷ്ടമാണെന്ന്. ഗൗരി മറുപടി പറയാതെ ഇരിക്കുകയാണ്. എടി ഗൗരി, സത്യമാണോന്ന് അവൾ ഗൗരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് നന്ദു. ഇരുമെയ്യും ഒരു മനസ്സും. പക്ഷേ വേണ്ട, അവളോടും പറയണ്ട, ആരും അറിയണ്ട. തൽക്കാലം താൻ മാത്രം അറിഞ്ഞാൽ മതി. അവൾ തീരുമാനിച്ചു. ഗൗരി, നീ എന്താണ് ഒന്നും പറയാത്തത്? അത് നീ അറിഞ്ഞതൊക്കെ സത്യമാണ്. എനിക്ക് ഹരിയേട്ടനില്ലാതെ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്. ഗൗരി, നന്ദു വിഷമത്തോടെ അവളെ നോക്കി. നീ എന്നാലും സീതാമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും സത്യമാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ നിൻ്റെ നാവിൽ നിന്ന് തന്നെ ഇത് വന്നല്ലോ ഗൗരി. ഒരാളെ സ്നേഹിച്ചു പോകുന്നത് തെറ്റാണോ നന്ദു? ഞാൻ അങ്ങനെയൊന്നും നിന്നോട് പറഞ്ഞില്ല. നീ ഹരിയെ സ്നേഹിച്ചത് തെറ്റൊന്നുമല്ല. പക്ഷേ നീ എന്നെ ഒരു അന്യായിട്ടാണോ ഗൗരി കണ്ടത്? നിനക്കെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം? കാര്യം മനസ്സിലായെങ്കിലും ഗൗരി വെറുതെ നന്ദുവിനോട് ചോദിച്ചു. ഇരുമെയ്യും ഒരു മനസ്സുമായിട്ട് നടന്നവരായിരുന്നു നമ്മൾ. എന്നിട്ടിങ്ങനെ ഒരു കാര്യം മനസ്സിലുള്ളതുപോലും നീ എന്നോട് പറഞ്ഞില്ല. ആ ഒരു സങ്കടമുള്ളൂ. ആ, സാരമില്ല. ഓക്കേ ഡി, ഞാൻ പോട്ടെ. നന്ദു ഗൗരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. സോറി ഡി. ഏയ്, ഞാൻ പറഞ്ഞില്ലേ, അത് വിട്ടുകള. നിനക്ക് വിഷമമായോ? ഐ എം സോറി ഡി. അവളെ കെട്ടിപ്പിടിച്ച് ഗൗരി പൊട്ടിക്കരഞ്ഞു. അതുവരെ അടക്കി വെച്ച എല്ലാ സങ്കടങ്ങളും പുറത്തു വരികയായിരുന്നു. കുറേ സമയം അവൾ കരഞ്ഞു. നന്ദു വിചാരിച്ചു അവളോട് താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവൾ കരയുന്നതെന്ന്. ഗൗരി, പോട്ടെടി, നീ ഇങ്ങനെ വിഷമിക്കണ്ട. നീ കരഞ്ഞാൽ ഞാനും കരയും. നന്ദുവിൻ്റെ ശബ്ദമിടറി. അടക്കിപ്പിടിച്ച തേങ്ങലുകൾ മാത്രമാണ് ആ മുറിയിൽ അവശേഷിക്കുന്നത്. ഗൗരി, ഹരിയേട്ടൻ നിന്നെ വിളിച്ചോ? ആളുടെ പ്ലാൻ എന്താ? ഗൗരി ഒന്ന് ഞെട്ടിയതായി നന്ദുവിന് തോന്നി. അവൾ ഗൗരിയുടെ കൈത്തണ്ടയിൽ ചെറുതായി അടിച്ചു. ഹരിയേട്ടൻ വിളിക്കും, പിന്നൊന്നും പറഞ്ഞില്ലടി. അവിടുത്തെ അമ്മയൊക്കെ വന്നു അല്ലേ? അവർക്കൊക്കെ നിന്നെ ഇഷ്ടമായി കാണും. അല്ലെങ്കിലും എൻ്റെ ഗൗരിക്കുട്ടിയെ ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എന്തായാലും നിൻ്റെ ഹരിയേട്ടൻ ഭാഗ്യമുള്ളവനാ. നിന്നെപ്പോലൊരു പാവം കുട്ടിയെ ആൾക്ക് നല്ല പാതിയായി ലഭിക്കുമല്ലോ. അതിന് മറുപടിയായി ഗൗരി ഒന്നും മന്ദഹസിച്ചു. നീ പൊയ്ക്കോ നന്ദു, നേരെ ഒരുപാടായില്ലേ. ഗൗരി പെട്ടെന്ന് തന്നെ നന്ദുവിൻ്റെ കൈകൾ വിട്ട് എഴുന്നേറ്റു. ഞാൻ പൊയ്ക്കോളാം. നീ ഇനി കൊല്ലത്തിന് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല നന്ദു. ഒന്നും ആലോചിക്കാതെ തന്നെ അവൾ മറുപടി പറഞ്ഞു. ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് പോകാനാ. അഭിയേട്ടനെക്കുറിച്ച് മനഃപൂർവ്വം ഒന്നും അവൾ നന്ദുവിനോട് ചോദിച്ചില്ല. കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് നന്ദു യാത്ര പറഞ്ഞു പോയി. എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നതാണ് ഗൗരി. അന്ന് പക്ഷേ അവൾ വെറുതെ മുറിയിൽ ചടഞ്ഞു കൂടിയിരുന്നു. അച്ഛൻ പുറത്തേക്ക് എവിടേക്കോ പോയിരിക്കുന്നു. അമ്മ അടുക്കളയിലും. അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇത്രയും പൊട്ടിത്തെറിച്ച് അമ്മയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല. മുറ്റത്ത് ഏതോ വാഹനത്തിൻ്റെ ഇരുമ്പൽ കേട്ടു. ഇനിയിപ്പോൾ അടുത്ത ആൾ ആരാണ്? അവൾ ജനാലയിൽ കൂടി നോക്കി. ലക്ഷ്മി ചേച്ചിയും ദീപേട്ടനുമാണ്. അച്ഛനും ഉണ്ടൊപ്പം. അപ്പോൾ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ്. വിചാരണ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഇത്രയും നാളും ദീപേട്ടൻ്റെയും അവരുടെ വീട്ടുകാരൻ്റെയൊക്കെ മുന്നിൽ ഗൗരി അനുസരണയും അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമാകുന്നവളായിരുന്നു. ദീപേട്ടൻ്റെ അനിയനു വേണ്ടി അവരൊന്ന് രണ്ട് തവണ
കല്യാണം ആലോചിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛന് സമ്മതമല്ലായിരുന്നു. 2 മക്കളെയും ഒരു വീട്ടിലേക്ക് അയക്കാൻ അദ്ദേഹത്തിന് ഒരുക്കമല്ല. അങ്ങനെയാണ് ആ ബന്ധം വേണ്ടെന്ന് വെച്ചത്. എല്ലാവരുടെയും മുൻപിൽ താൻ വലിയൊരു തെറ്റുകാരിയായി. ഇതെന്താ ഗൗരി, ഇതുവരെ വിളക്കൊന്നും വിളയ്ക്കാത്തത്? അച്ഛൻ്റെ ശബ്ദം കേട്ടു. അച്ഛനും ലക്ഷ്മി ചേച്ചിയും കൂടി മുറിയിലേക്ക് കയറി വന്നു. ആ, നീ എന്തെടുക്കുമായിരുന്നു ഗൗരി? നീ ഇതുവരെ കുളിച്ചില്ലേ? ഒറ്റ ദിവസം കൊണ്ട് ആളാകെ മാറിപ്പോയെന്ന് ലക്ഷ്മിക്ക് തോന്നി. സദാ ചിരിക്കുന്ന വിടർന്ന കണ്ണുകളുള്ള കുട്ടിത്തം വിട്ടുമാറാത്ത തൻ്റെ ഗൗരി. പക്ഷേ ഇന്ന് അവളുടെ കോലം ആകെ മാറിപ്പോയിരിക്കുന്നു. അവളുടെ മുഖത്ത് വിഷാദഭാവമാണ്. കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ചിരിയുള്ള ചൊടികളിൽ എന്തോ നൊമ്പരം. എന്നും താൻ കയറി വരുമ്പോൾ തന്നെ കാത്ത് പൂമുഖപ്പടിയെ നോക്കിയിരിക്കുന്ന ഗൗരി. അച്ഛാ, ഞങ്ങൾ രണ്ടാളും ഒന്ന് സംസാരിക്കട്ടെ കേട്ടോ, ലക്ഷ്മി അച്ഛനെ നോക്കി പറഞ്ഞു. ഗൗരി, ലക്ഷ്മി അവളെ പിടിച്ച് തന്നോട് ചേർത്തിരുത്തി. എന്തുപറ്റി ഗൗരി, നീ ആകെ വല്ലാണ്ടായല്ലോ മോളെ? അവളോട് കവളിൽ തലോടിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ചേച്ചി. അച്ഛനും അമ്മയും തല്ലിയല്ലേ? ലക്ഷ്മി സങ്കടത്തോടെ ചോദിച്ചുവെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. സാരില്ല, പോട്ടടാ, നീ വിഷമിക്കണ്ട. അവൾ മുഖം താഴ്ത്തിയിരുന്നു. ഗൗരി, ഇവിടെ നോക്ക്. ലക്ഷ്മി അവളുടെ താടി പിടിച്ചുയർത്തി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ എന്നോട്? എന്താ ചേച്ചി? അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ മോളെ? അത് കേട്ടതും അവളുടെ മുഖം താന്നുപോയി. ഗൗരി, അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും നീ എന്നോട് പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കുട്ടി, ചേച്ചിയോട് സത്യം പറ. നിനക്ക് ഹരിയെ ഇഷ്ടമാണോ? അതോ ഹരി നിന്നെ നിർബന്ധപൂർവ്വം ഇതിലേക്ക് വലിച്ചഴിച്ചതാണോ? നീ എന്താണ് ഒന്നും പറയാത്ത മോളെ? എന്താ നിൻ്റെ മനസ്സിൽ? ചേച്ചിയോടെങ്കിലും പറയൂ നീ. മറ്റാർക്കും തന്നെ മനസ്സിലായില്ല, തൻ്റെ കൂടപ്പിറപ്പിനൊഴികെ. ഗൗരി ഓർത്തു. ഗൗരി, നിനക്ക് ഹരിയെ ഇഷ്ടമാണോ മോളെ? അതെ ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മറ്റൊന്നും ചേച്ചി എന്നോട് ചോദിക്കരുത്. ഓക്കേ, ഞാനിനി നിന്നോടൊന്നും ചോദിക്കുന്നില്ല. ഹരി എന്തു പറഞ്ഞു നിന്നോട്? ഹരിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാ? ഹരിയേട്ടൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് വീട്ടിൽ ചെന്ന് ഹരിയേട്ടനുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്നെ വിളിക്കാമെന്നാ. അപ്പോൾ ഹരിക്ക് സ്വന്തമായി ഒരു തീരുമാനം ഇല്ലേ മോളെ? ഇത്ര പെട്ടെന്ന് ഹരിയേട്ടനും എന്നെ വിളിക്കും ചേച്ചി. ഹരിയേട്ടൻ എന്നെ വിളിക്കും. എനിക്കറിയാം. ഹരി എൻ്റെ സീനിയറായിരുന്നു. കോളേജിൽ ഹരിക്ക് ഒരുപാട് ആരാധികമാരൊക്കെ ഉണ്ടായിരുന്നു. നന്നായി പഠിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഹരി. ഒരുപാട് പെൺകുട്ടികൾക്ക് ഹരിയെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഹരി ആർക്കും പിടികൊടുത്തിട്ടില്ല. ആ കാലം കാത്തുവച്ചത് ഹരിക്കെൻ്റെ ലക്ഷ്മിക്കുട്ടിയാണ്. അവൾ ഗൗരിയുടെ കവളിൽ നുള്ളിക്കൊണ്ട് എഴുന്നേറ്റു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സീത ഗൗരിയെ വന്ന് ഊണ് കഴിക്കാനായി വിളിച്ചു. ലക്ഷ്മി ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ് അമ്മയുടെ സങ്കടങ്ങൾ തീർത്തിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ അതിനൊരു ശ്രമമെങ്കിലും നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ തന്നെ ഊണ് കഴിക്കാനായി വന്ന് വിളിച്ചത്. ഗൗരിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. പിന്നീട് അവൾ എല്ലാവരെയും ബോധിപ്പിക്കുവാനായി വെറുതെ പോയിരുന്നു. രാത്രി ഒരു 10 മണിയായി കാണും. ഗൗരി വെറുതെ കണ്ണുകളടച്ച് കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല. അവളുടെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ ഹരിയുടെ അമ്മയാണ്. അവൾ ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. അപ്പോഴേക്കും ഫോൺ കട്ടായി. പെട്ടെന്നൊരു മെസ്സേജ് വന്നു. ഗൗരി ഉറങ്ങിയോ? കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഇല്ല എന്നയച്ചു. അമ്മ എന്താണ് പറയുന്നത് എന്നൊരു ചിന്ത അവളിലേക്ക് വന്നു. ഗൗരി, നാളെ ടൗണിലുള്ള അമ്പലത്തിലൊന്ന് വരുമോ? ഒന്ന് സംസാരിക്കാനാണ്. പോകണോ വേണ്ടയോ? ഇനി അയാൾക്ക് തന്നെ വിവാഹം ചെയ്യാൻ സമ്മതമല്ലെന്ന് പറഞ്ഞോ? അത് നേരിട്ട് പറയാനാണോ അമ്മയ്ക്ക്? ഗൗരി ആലോചിച്ചു. ഗൗരി വീണ്ടും മെസ്സേജ്. എനിക്ക് നാളെ സമയം കിട്ടുമെന്ന് അറിയില്ല. പെട്ടെന്ന് അവൾ അങ്ങനെയാണ് മറുപടി അയച്ചത്. സമയം അധികം എടുക്കില്ല, വേഗം തിരിച്ചു മടങ്ങാം. എന്നാൽ ശരി, ഞാൻ വരാം. എങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വരാം. വൈറ്റ് കളർ ക്രിസ്റ്റയാണ് വണ്ടി.
വേണ്ടമ്മേ, ഞാൻ ബസ്സിൽ വന്നോളാം, അമ്പലത്തിൽ വെച്ച് കാണാം. അതൊന്നും വേണ്ട ഗൗരി, ഞാൻ അവിടേക്കാണ്. ഗൗരിക്കുട്ടിക്ക് പേടിയാണോ എൻ്റെ ഒപ്പം വരാൻ? അതുകൊണ്ടല്ല, വെറുതെ ആളുകളെ കൊണ്ട്. ഏയ്, അത് സാരമില്ല. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നീ മേലെടുത്തെ ഹരിയുടെ പെണ്ണായി ഈ വീട്ടിലേക്ക് വരേണ്ടവളാണ്. അതുകൊണ്ട് കാറിലൊന്നും കയറിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മേലെടുത്ത് ഹരിയുടെ പെണ്ണ് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അവൾ പല്ല് ഞെരിച്ചു. അപ്പോൾ മോളെ, നാളെ കാണാം കൃത്യം 8 മണിക്ക്. ഓക്കെ. വീണ്ടും മെസ്സേജ് വന്നു. ശരിയമ്മേ. മറുപടി അയച്ചിട്ട് അവൾ ഫോൺ എടുത്ത് വെച്ചിട്ട് കിടന്നു. ഹരി, എടാ, എൻ്റെ ഫോൺ നീ എടുത്തോണ്ട് പോയോ മോനെ? ഇത് മാറിപ്പോയി. ദേവി മകൻ്റെ ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴേക്കും അവൻ വാട്സപ്പിലെ ചാറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അമ്മയുടെ ഫോൺ കൊടുത്തിട്ട് ഊറി ചിരിച്ചുകൊണ്ട് വന്ന് ബെഡിലേക്ക് വീണു. അപ്പോൾ നാളെ കാലത്തെ തൻ്റെ ഗൗരി തന്നോടൊപ്പം അമ്പലത്തിൽ വരും. അവളെ നേരിക്കണ്ട് അവളോട് ഇഷ്ടം ചോദിക്കണം. അവളുടെ മറുപടി അറിഞ്ഞിട്ട് മതി അച്ഛൻ്റെ സമ്മതം മേടിക്കാൻ. കാരണം പിന്നീട് ഒരിക്കൽ പോലും വിഷമിക്കാൻ ആർക്കും ഒരിട വരരുത്. വന്നാൽ അത് തനിക്ക് താങ്ങാനാവില്ല. അത്രയ്ക്ക് തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി തൻ്റെ ഗൗരി. തൻ്റെ മനതാരിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവളുടെ മുഖം. അത് അന്തരാത്മാവിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ദേഹം മാത്രമേ ഇവിടെയുള്ളൂ. ദേഹിയോ? അവൻ ഏതോ മായാലോകത്ത് അകപ്പെട്ടതുപോലെ തോന്നി. അവളെ ഓർക്കുമ്പോൾ തന്നിലുണ്ടാകുന്ന കാന്തിക പ്രവാഹം, അത് ഈ ജന്മം അവളില്ലാതെ തനിക്ക് പറ്റില്ല. ഹരിയുടെ ഓർമ്മകൾ വർഷങ്ങൾ പിന്നിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. ഒരു ദിവസം അമ്പലത്തിൽ പോകുവാനായി ഇറങ്ങിയതാണ് താൻ. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരാൾക്കൂട്ടം. ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പെൺകുട്ടിയെ കാറിടിച്ചു. അവർ നിർത്താതെ പോയിന്ന്. താൻ നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ചൊരു പെൺകുട്ടി. ഒന്നും നോക്കിയില്ല. കൂട്ടുകാരൻ സഞ്ജയുമായിട്ട് അവളെ വാരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. തനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ എന്തോ സംഭവിച്ചൊരു ഫീലായിരുന്നു അപ്പോൾ. അച്ഛൻ്റെ ഇളയ സഹോദരിയായ ഡോക്ടർ ലേഖയപ്പച്ചിയുടെ അടുത്തേക്കാണ് അവളെ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ എത്തിയതും അവർ പറഞ്ഞു ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. ഒന്നും നോക്കിയില്ല. താൻ ഒപ്പം തന്നെ അവൾക്ക് തൻ്റെ ബ്ലഡ് കൊടുക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞതും അവളുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്നു. പിന്നീട് താൻ അവിടെ നിന്നില്ല. അവിടെ നിന്നും വേഗം ഇറങ്ങിപ്പോന്നു. കണ്ട നാൾ മുതൽ മനസ്സിൽ ചേക്കേറിയ ഒരു നാടൻ പെൺകുട്ടി. 12ലാണ് പഠിക്കുന്നതെന്ന് സഞ്ജയ് പറഞ്ഞു. ആദ്യമൊന്നും താൻ അവളെ മൈൻഡ് ചെയ്തില്ല. എന്നാലും അവൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ താൻ എങ്ങനെയെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി വരും. ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരികളുമായി നിൽക്കുന്ന അവളെ അകലെ നിന്ന് നോക്കിക്കാണും. അധികം ചമയങ്ങളൊന്നുമില്ല. എന്നും ഒരു ചന്ദനക്കുറി കാണും. കണ്ണൊന്ന് കറുപ്പിക്കും, അത്രമാത്രം. കഴിഞ്ഞു അവളുടെ ഒരുക്കം. അവൾ അറിയാതെ അവളിൽ അലിഞ്ഞില്ലാതാക്കുകയായിരുന്നു താൻ. തൻ്റെ ശ്വാസം പോലും അവൾക്ക് വേണ്ടിയാണെന്ന് തോന്നിപ്പോയിരുന്നു. അവളിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ ഒരു പങ്ക് അത് തൻ്റേതാണെന്ന് ഓർക്കും. ഒരിക്കലും അവളോട് തൻ്റെ ഇഷ്ടം അറിയിച്ചില്ല. കാരണം അവൾ 12th പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളുടെ പഠനത്തെ ബാധിക്കുമോ എന്ന് തോന്നൽ. അവളുടെ എക്സാം കഴിയാൻ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കൊരു ദിവസം എല്ലാം അവളോട് പറയാൻ താൻ തീരുമാനിച്ചു. അന്ന് അവളുടെ റിസൾട്ട് വന്ന ദിവസമാണ്. സ്കൂളിൽ പോയിട്ട് അവൾ തിരികെ വരുന്നതും കാത്തു നിന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഫോൺ കോൾ. മുത്തശ്ശൻ മരിച്ചു. വേഗം വീട്ടിലേക്കെത്താൻ. തൻ്റെ പ്രണയം വീണ്ടും മനസ്സിൻ്റെ ചെപ്പിൻ്റെ കോണിലേക്ക് ഊളിയിട്ട് പോയി. അവൻ ഒന്ന് ദീർഘനിശ്വാസപ്പെട്ടു. ആ, ബാക്കി കഥകളൊക്കെ നിന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ബാൽക്കണിയിലിരുന്ന് പറയാൻ ഗൗരിക്കുട്ടി. അപ്പോൾ ഈ ഉള്ളവൻ നിനക്കായി കൊരുത്ത ആ മഞ്ഞ പൂത്താലി നിന്റെ ഹൃദയത്തിൽ പറ്റിച്ചേർന്ന് കിടക്കും, അതുറപ്പ്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. അവൻ ഫോൺ എടുത്തു. തൻ്റെ സീക്രട്ട് ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഗൗരിയുടെ ഫോട്ടോസാണ് അതിൽ നിറയെ. അവൻ ഓരോന്നായി എടുത്ത് കണ്ടു. ഫോണും നെഞ്ചിൽ വെച്ചുകൊണ്ട് എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി. തുടരും.